നിങ്ങളെല്ലാരും കണ്ടല്ലോ. കിരൺ, അവള് വലിയ ഇവിടെ എന്താ ഈ ബഹളം കേൾക്കുന്നേ? എന്താ ഇവിടെ? ഇതുവരെ അച്ഛമ്മ ശരിക്കൊന്നും കേട്ടില്ല. ഇനിയാ ശരിക്കുള്ള കാര്യം നടക്കാൻ പോകുന്നേ. അപ്പൊ കേട്ടാ മതി. നീ എന്നോട് പറഞ്ഞിട്ട് പോയ എന്താ നടക്കുന്നതെന്ന്. നിക്ക്. ഐ എം ഷുവർ ഈ മാല നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇത്രയും പ്രശ്നം നടന്നില്ലായിരുന്നെങ്കിൽ അവളിത് ഒരിക്കലും തിരിച്ചു തരില്ലായിരുന്നു. താങ്ക്സ് ടു കിരൺ. അവൻ ഈ മാല കണ്ടുപിടിച്ചല്ലോ. ഏടത്തി, ഷേളി നിങ്ങളുടെ ഭാവി മരുമകളാ. ഏടത്തി ഇവളുടെ ഒപ്പമാ നിൽക്കേണ്ടത്, അല്ലാതെ പ്രീതയുടെ ഒപ്പം അല്ല. പിന്നെ രോഹിത് മോനെ, ഒരു കാര്യം നീ എപ്പോഴും ഓർമ്മ വെച്ചോളൂ. ഈ ബന്ധത്തിന് നീയാണ് സമ്മതം മൂളിയത്. ഞങ്ങളാരും നിന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. നിന്റെ കല്യാണം ഷേളിനുമായാ നടക്കാൻ പോകുന്നേ, അല്ലാതെ പ്രീതയുമായിട്ടല്ല. കവിത, നീ ചേട്ടാ, എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വരും മുമ്പ് സ്വന്തം ഭാര്യയ്ക്ക് മനസ്സിലാക്കി കൊടുക്ക്. പിന്നെ നീ കാർത്തിക, നിന്നോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം, കേട്ടല്ലോ? കാർത്തിക പോ. ആന്റി, ഞാൻ പോകുന്നു. അക്ഷയ്, ഒരു മിനിറ്റ്. നീ ഇത്ര പെട്ടെന്ന് എങ്ങോട്ടായി പോകുന്നേ? ഒരാൾ അപമാനിക്കപ്പെട്ടത് കണ്ടില്ലേ? ഇനി അതിനുള്ള പരിഹാരം കൂടി കണ്ടിട്ട് പോയാൽ മതി. സോ ഷേളിൻ, ആർ യു ഷുവർ ഇത് നിന്റെ നെക്ലസ് ആണെന്ന്? യെസ്, ഐ എം ഷുവർ. ഇതെന്റെ നെക്ലസ് തന്നെയാണ്. കിരൺ, ഐ എം 100% ഷുവർ ഇത് ആ നെക്ലസ് തന്നെയാണ്. നിനക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ കാർത്തികയുടെ നെക്ലസ് എടുത്തോണ്ട് വരാം. രണ്ടും കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഇതൊരു യുണീക് നെക്ലസ് ആണ് കിരൺ. ഓർഡർ ചെയ്ത് ഉണ്ടാക്കിച്ചതാ. മറ്റു കടകളിലൊന്നും വാങ്ങാൻ കിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയൂ കിരൺ, നീ എന്തിനാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? കാര്യമുണ്ട് ആന്റി. കാരണം വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഈ നെക്ലസ് ഷേളിന്റെ അല്ല മറ്റാരുടെ ആണെന്ന്. എനിക്കറിയാം അങ്ങനെ സംഭവിക്കുമെന്ന്. എല്ലാം തോന്നിയ പോലാണല്ലോ. ഇപ്പൊ ആവശ്യമില്ലാണ്ട് പ്രീതയുടെ മേലെ കുറ്റം ആരോപിച്ചിരിക്കുന്നത്. റൈറ്റ്? എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ആം ഐ റൈറ്റ് ഷേളിൻ? പ്ലീസ് കിരൺ, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. പ്രീത നിന്റെ നല്ല സുഹൃത്താണ്. സോറി, നീ പ്രീതയുടെ നല്ല സുഹൃത്താണ്. അതുകൊണ്ടാണ് എപ്പോഴും നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നത്, കൃത്യസമയത്ത് എത്തുന്നത്. ഐ എം 100% ഷുവർ ഈ നെക്ലസ് എന്റേതാണ്. ഐ കാൻ ബിലീവ് ദിസ്. നീ വലിയൊരു വീട്ടിലെ പെൺകുട്ടിയല്ലേ, പക്ഷേ നിന്റെ ചിന്ത എത്ര ഇടുങ്ങിയതാ ഷേളിൻ. മര്യാദ എന്താണെന്ന് അറിയ പോലുമില്ല. ഒരു സ്ത്രീ ആയിട്ട് പോലും നിനക്ക് അറിയില്ല ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന്. ആ, നീ എന്താടി പറഞ്ഞത്? പ്രീതയ്ക്ക് നിന്നോട് അസൂയാണെന്നോ? നിന്റെ ബന്ധം തകർക്കാൻ നോക്കുകയാണെന്നോ? നിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുകയാണെന്നോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് സത്യവുമാണ്. അത് കേട്ട നീ തകർന്നു പോകും. ഇൻഫാക്ട് പ്രീത വാ തുറന്നാലുണ്ടല്ലോ നിനക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല പെണ്ണെ. അക്കാര്യത്തിന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. കിരൺ, നീ എന്താ അനാവശ്യമായി പറയുന്നേ? പിന്നെ നീ മിഡിൽ ക്ലാസ് പെണ്ണ്, നീ എന്ത് പറഞ്ഞ് ഇളക്കി വിട്ടിട്ടാ കിരൺ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്ന് നിർത്തന്റെ ആന്റി. നിങ്ങൾ എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സത്യം പുറത്തു കൊണ്ടുവരിക? സത്യം നീ തന്നെയല്ലേ പറഞ്ഞത് ഈ നെക്ലസ് നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന്? ആ, ഞാൻ പറഞ്ഞായിരുന്നു ഈ നെക്ലസ് എനിക്ക് എങ്ങനെയാ കിട്ടിയെന്ന്. ഞാൻ വെറുതെ ഒരു നുണ പറഞ്ഞാണ്. കാരണം ഷെളിൻ അക്സെപ്റ്റ് ചെയ്യണമായിരുന്നു ഈ നെക്ലസ് അവളുടെയാണെന്ന്. ഷെളിൻ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ പ്രീതിയെ കുറ്റം പറയാൻ തുടങ്ങി. ഞാനത് തടയാൻ ശ്രമിച്ചപ്പോൾ ആരും എന്റെ വാക്ക് കേൾക്കുന്നുമില്ല. നിങ്ങൾ ആരും എന്നെ പറയാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ സത്യം എങ്ങനെ പുറത്തു കൊണ്ടുവരിക? ഞാൻ നിങ്ങൾ എല്ലാവരോടും ഇത് പറഞ്ഞു, എനിക്ക് നെക്ലസ് പ്രീതിയുടെ അടുത്തുനിന്ന് കിട്ടിയെന്ന്. പക്ഷെ പ്രീത എവിടെ നിന്നും അത് അറിയാതെ എടുത്തുകൊണ്ട് പോയതാണെന്ന് ഞാൻ പറഞ്ഞത് നുണയാണ്. എന്നെ ഒന്ന് വിശ്വസിക്ക്. യെസ്, ഞാനൊരു കഥ ഉണ്ടാക്കിയതാ. കിരൺ പ്ലീസ്, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രീത നിന്റെ സുഹൃത്താണ്. കറക്റ്റ് ഷേളിൻ, അവൾ എന്റെ വെറും സുഹൃത്ത് മാത്രമല്ല, ആത്മസുഹൃത്താണ്. അതൊക്കെ പോട്ടെ, നീ എന്നോട് വേഗം ഇത് പറയാൻ നോക്ക്. ഈ നെക്ലസ് പൃഥ്വിയുടെ കാറിൽ എങ്ങനെ വന്നു എന്ന്. പൃഥ്വി, പറയ് ഷേളിൻ, എനിക്ക് സത്യം അറിഞ്ഞാൽ മാത്രം മതി. സത്യം മാത്രം പറയൂന്നേ. ഈ മാലയും പിന്നെ പൃഥ്വിയുടെ കാറും തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളത്? സേ, എല്ലാവരും കേൾക്കാൻ കാത്തു നിൽക്കാം. വാവ് ബേബി, നിന്റെ നെക്ലസ് വളരെ ഭംഗിയുണ്ടല്ലോ. ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ്.
അപ്പൊ നീ ആ പാർട്ടിയിൽ നന്നായി തിളങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഐ ഡോണ്ട് നോ, ഇത് പൃഥ്വിയുടെ എനിക്കറിയില്ല അതെങ്ങനെ എവിടെ എത്തിയെന്ന്. എന്താ നിങ്ങൾ ഈ മാല മാല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മോം, ഈ നെക്ലസ് ഉണ്ടല്ലോ, അത് അമ്മ ഇവിടെ ഇരിക്കെ. ഈ മാലയോ? ഈ മാല പ്രീത പൃഥ്വിയുടെ കാലിൽ നിന്ന് എടുത്തതാ അവളുടെ ഫോൺ താഴെ വീണപ്പോ. പ്രീത, പൃഥ്വി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോ നിന്റെ ഫോൺ താഴെ വീണില്ലായിരുന്നോ? നിന്റെ ഫോൺ എടുക്കാൻ കുനിഞ്ഞപ്പോ ഈ മാല കണ്ടു, നീ അത് എടുത്തു. അപ്പൊ തൊട്ട് നിന്റെ മുഖത്ത് ഞാൻ പരിഭ്രമം കാണുന്നു. ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ കരുതി പൃഥ്വി നിനക്ക് ഗിഫ്റ്റ് തന്നതായിരിക്കുമെന്ന്. നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയത് കൊണ്ട് നീ അത് അവിടെ തന്നെ ഇട്ട് കാണുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിനക്കത് കിട്ടിയതാകാവുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഈ മാലയ്ക്ക് ഇവിടെ എന്താ കാര്യം? ഓ താങ്ക് ഗോഡ് അച്ഛൻ അത് കണ്ടതിന്. ഇനി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഷേളിന് മാത്രമേ പറയാൻ കഴിയൂന്നേ. റൈറ്റ് ഷേളിൻ? ഐ മീൻ, നമ്പ്യാർ കുടുംബത്തിലെ ഭാവി മരുമകളുടെ കാര്യമാണിത്. അവളുടെ നെക്ലസ് പൃഥ്വിയുടെ കാറിൽ എങ്ങനെ വന്നു? ഇനി അത് തനിയെ നടന്നു പോയതായിരിക്കോ? ഈ ഷെർലിൻ ബേബി ഉണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഫോൺ റിസീവ് ചെയ്യില്ല. ഇന്നാണെങ്കിൽ അവളെ കാണാൻ വീട്ടിലും പോകാൻ പറ്റില്ല. കാരണം അവളുടെ കിഴവി തള്ള സഞ്ജന അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ അവൾ ആ നമ്പ്യാർ ഹൗസിലായിരിക്കും, ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ. പക്ഷെ ഫോണൊന്നും എടുത്തൂടെ അവൾക്ക്? ഓ, ഐ എം ഡാം ഷുവർ അവൾ ഫോൺ ദേഷ്യം വന്നുകൊണ്ട് അവൾ റിസീവ് ചെയ്യാത്തത്. എന്തിനാ ദേഷ്യം? കാരണം ഞാൻ അവളോട് പറഞ്ഞല്ലേ, പോയി കിരണിന്റെ റൂമിൽ ചെക്ക് ചെയ്യ്, കിരണും പ്രീതയും തമ്മിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞതിൽ എന്താ എത്ര തെറ്റ്? ഇത്രയും ചെറിയൊരു കാര്യമല്ല ഞാൻ ഡിമാൻഡ് ചെയ്തുള്ളൂ. ഈ ഷെർലിൻ ബേബി ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര വലിയ റിയാക്ഷനാണ് തരുന്നത്. ഇതിലിത്ര തെറ്റെന്തായിരിക്കുന്നത്? കാരണം പ്രീത എന്റെ ഭാവി വധുവാണ്, എന്റെ ഫിയാൻസിയാണ്. എനിക്കത് അറിയാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. അവൾ ആരുടെ കൂടെയാണ്, എന്താണ് ചെയ്യുന്നതെന്ന്. ആ പൊട്ട ക്രിക്കറ്റ് പ്ലെയർ സൗഹൃദത്തിന്റെ പേരും പറഞ്ഞ് കുറച്ചധികം അധികാരം കാണിക്കുന്നുണ്ട് എന്റെ പ്രീതയുടെ മേൽ. അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഞാൻ അവളെ വിളിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു. അവൾ എന്റെ മിസ് കോളും കണ്ടു കാണും. എന്നിട്ട് ആ പെണ്ണിനെ ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. This is not done. ഞാൻ അവളുടെ ഫിയാൻസിയാണ്, ഭാവി ഭർത്താവാണ്. ആ ഒരു റെസ്പെക്ട് എനിക്ക് തന്നുകൂടെ? ആ പെണ്ണിന് എന്റെ സന്തോഷം, എന്റെ എല്ലാ കാര്യങ്ങളും അവൾക്കത് പ്രയോറിറ്റി ആയിരിക്കണം. ഇല്ല പൃഥ്വി, ഈ പെണ്ണിന് നീയുമായുള്ള ബന്ധത്തിൽ കുറച്ച് കൂടുതൽ കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട്. നോ പ്രോബ്ലം അറ്റ് ഓൾ. ആ പ്രീതയായുള്ള എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അതിനുശേഷം ഞാൻ അവളെ എന്റെ കാലിലെ ചെരുപ്പാക്കി മാറ്റുന്നതായിരിക്കും. ഇനി ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് പൃഥ്വി മേനോൻ എന്നായിരിക്കില്ല. ഒരു സെക്കൻഡ്, ഇത് വിചിത്രമായിരിക്കുന്നല്ലോ. ഈ ബന്ധത്തെ ഞാൻ സമ്മതിച്ചത് തന്നെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്. പക്ഷെ ഇപ്പോൾ എന്തായി സംഭവിക്കുന്നത്? എനിക്കെന്താ ഇങ്ങനെ തോന്നാൻ? എന്താ എനിക്ക് ആ പ്രീതിയിൽ താല്പര്യം വന്നു എന്നാണോ? ഷെർലിൻ, നീ എന്റെ ഭാവി മരുമകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, കവിത ചേച്ചി മാല തന്നത് നിനക്കാണ് ഗിഫ്റ്റായിട്ട്. പിന്നെ എങ്ങനെ ആ മാല പൃഥ്വിയുടെ കാറിൽ വന്നു? കിരൺ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ പ്രീത ബൈ മിസ്റ്റേക്ക് ആ മാല ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണെന്ന്. എന്നിട്ട് നീ ആ പാവം പെൺകുട്ടിയെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയതെന്ന് അറിയോ? ഷെർലിൻ, നീ ഒരു നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാ. ഇങ്ങനെ പെരുമാറുന്നത് നിനക്ക് ഒട്ടും ചേരില്ല. പിന്നെ കവിത ചേച്ചി, നിങ്ങള് ശപഥം ചെയ്തിരിക്കല്ലേ ചേച്ചി പ്രീതയെ ഒരിക്കലും വിശ്വസിക്കുകയില്ലെന്ന്? മാപ്പ് ചോദിക്കുന്നു. ഞാൻ ചേച്ചിയേക്കാൾ ഇളയതാണ്. പക്ഷേ പിന്നെയും എനിക്ക് ഇത് തന്നെ പറയേണ്ടി വരുന്നു. ചേച്ചി എപ്പോഴും പ്രീതയെ മിഡിൽ ക്ലാസ് ഗേൾ എന്ന് വിളിക്കുന്നില്ലേ? അതൊരിക്കലും ശരിയല്ല. നമ്മൾ ഇത്രയും അധികം ആളുകൾ ഈ വീട്ടിലില്ലേ? ഇതിലാരെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കാമെങ്കിൽ അത് പ്രീതയെ മാത്രമായിരിക്കും. ചേച്ചി ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തു നോക്ക്. ഈ പെൺകുട്ടിയെ ചേച്ചി എന്തിനാ ഇത്രയ്ക്ക് വെറുക്കുന്നത്? ഓ ഗോഡ്, ഇനി എന്ത് ചെയ്യും? എന്തൊഴിവ് പറയും?
എനിക്കിനി ഈ നെക്ലസ് എന്റേതല്ലെന്ന് പറയാനും ആവില്ല. ഈ കിരൺ വളരെ സ്മാർട്ടായ ഗെയിം കളിച്ചത്. എനിക്ക് ഒരു കാര്യം ചെയ്യും, ഞാൻ അറിയാതെ പൃഥ്വിയുടെ കാറിൽ വെച്ച് മറന്നുപോയതാന്ന് പറയാം. വേണ്ട വേണ്ട, പിന്നെ ചോദ്യങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാവും. പിന്നെ ഇവരെല്ലാരും എന്നെയും പൃഥ്വിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഐ ആം ഷുവർ പ്രീത സ്വയം രക്ഷപ്പെടാനായി കള്ളക്കഥകൾ ഉണ്ടാക്കുക. നിന്റെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന്. അവളുടെ മുഖത്ത് എത്രമാത്രം പരിഭ്രമം ഉണ്ടായിരുന്നെന്നോ. അവളുടെ ഭാവി ഭർത്താവിന്റെ വണ്ടിയിൽ മറ്റൊരു പെൺകുട്ടിയുടെ മാല കിടക്കുന്നതാ കണ്ടത്. എന്നിട്ട് നീ കഥയാണെന്ന് പറയുകയാണോ? കാര്യം എന്തുമായിക്കോട്ടെ അമ്മേ, എനിക്കിതിന്റെ യാഥാർത്ഥ്യം അറിയണം. ആ മാല പൃഥ്വിയുടെ കാറിൽ കിടന്നെങ്കിൽ അതെങ്ങനെ അവിടെ വന്നു? അതെ, തീർച്ചയായും നിന്റെ അവകാശമാണ്. കറക്റ്റ് അച്ഛമ്മേ. അവകാശത്തോടൊപ്പം വല്ലാത്തൊരു സംശയവും ഉണ്ടാവുന്നുണ്ട്. ഷെർലിൻ ഉത്തരവൊന്നും പറയുന്നില്ലല്ലോ. നമുക്ക് പൃഥ്വിയോട് തന്നെ ചോദിക്കാം. കറക്റ്റ്. വേണ്ട വേണ്ട, ഒരു മിനിറ്റ്. ഇങ്ങനെ പൃഥ്വിയെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇല്ല പ്രീത, നീ ഇപ്പൊ ആരെയും തടയരുത്. ഡാഡ്, പൃഥ്വി വേഗം കോൾ ചെയ്യാം. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറയും. ഈ മഹേഷ് നമ്പർ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഹലോ ഹലോ പൃഥ്വി, ഞാൻ മഹേഷാ. മോനെ, നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ വരാം. അങ്കിൾ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? പിന്നെ അങ്കിൾ എന്താ ഇത്ര അത്യാവശ്യമായിട്ട്? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മോനെ, നീ ആദ്യം ഇവിടെ വരെ ഒന്ന് വാ. വന്നു കഴിയുമ്പോൾ ബാക്കി അറിയാൻ കഴിയും. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. വരുമല്ലോ. ഇന്ന് ഞാൻ കാരണം, സത്യത്തിലേക്ക് എത്താനുള്ള എന്റെ വ്യത്യസ്തമായ രീതി കാരണം, ഈ മാല ഷേളിൻ്റെതാണെന്ന് കൺഫേം ചെയ്യാനുള്ള ശ്രമത്തിൽ ഇവൾ പിന്നെ പിന്തിരിയാതിരിക്കാൻ ഈ പ്രശ്നത്തിൽ പ്രീത ഞാൻ വെറുതെ ഒരു ഇരയാക്കി മാറ്റി. ഒരു കാര്യമില്ലാതെ ഇവളുടെ മേലെ കുറ്റം ആരോപിക്കപ്പെട്ടു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ, ഒന്നും പറഞ്ഞതേയില്ല. കാരണം അവളുടെ സുഹൃത്ത് കിരണ എല്ലാവരോടും അന്നുണ പറഞ്ഞത്. താങ്ക് യു പ്രീത. താങ്ക് യു ഫോർ ബീങ് മൈ ഫ്രണ്ട്. ആൻഡ് താങ്ക് യു കിരൺ. എനിക്ക് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് കിരൺ നമ്പ്യാർ എന്റെ സുഹൃത്തായതിൽ. നീ വളരെ നല്ലൊരു മനുഷ്യനാണ് കിരൺ. ഇൻഫാക്ട് നിന്നിലെ നന്മയ്ക്ക് അതിരുകളേ ഇല്ല. ആദ്യം നീ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. അതിനുശേഷം എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ എൻഡും നിന്റെ കൈകൊണ്ട് തന്നെ നടത്തി. സോ മിസ് ഷേർലിൻ കുമാർ, കുറച്ച് ചോദ്യങ്ങൾക്ക് പ്രത്യുത്തരം നൽകും. പക്ഷെ നീയും കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ പറ്റൂന്നേ. എന്നെ എന്തിനാ ഇങ്ങനെ കണ്ണു മിഴിച്ച് നോക്കണേ? ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. സൃഷ്ടിക്ക് സമീറിനെ ഇഷ്ടമാണെന്നോ സൃഷ്ടി സമീറിനെ കെട്ടാൻ ആഗ്രഹിക്കുന്നെന്നോ ഒന്നും. ഞാൻ ചുമ്മാ ഇങ്ങനെ പൊതുവായിട്ട് ഓരോ കാര്യം പറഞ്ഞത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ. ആണോ? ആ, അത് ശരിയാ. ഏയ് അല്ല അല്ല, ചിലപ്പോ സംഭവിക്കും. സംഭവിക്കാറുണ്ട്, സംഭവിക്കും. അത് മുത്തശ്ശി വെറുതെ തമാശ പറയുന്നതായിരിക്കും അല്ലേ മുത്തശ്ശി? അല്ലെങ്കിൽ ഞങ്ങളോട് ഇതൊക്കെ എന്തിനാ പറയുന്നേ അല്ലേ? ഒരു ബന്ധവും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇത്ര വെപ്രാളം രണ്ടാൾക്കും? പട്ടായി പോയോ? സത്യം പറഞ്ഞോ, നിങ്ങൾ രണ്ടാളും തമ്മിൽ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? ഇല്ല ഇല്ല. ഇവന്റെ ഇല്ലയിൽ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. പക്ഷെ നിന്നെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. സമീർ, അല്ല എന്താ മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുവാണോ? സീരിയസ്ലി? ഏയ്, പരിഭ്രമിക്കേണ്ട ഒരാവശ്യമില്ല. നീ കുറച്ചൊക്കെ സംശയം എനിക്ക് ഇവന്റെ മേലും ഉണ്ട്. ഒരു കാര്യം പറയട്ടെ സൃഷ്ടി, സമീറിനെ ഞാൻ എപ്പോ കാണുമ്പോഴും ഇവന്റെ ഈ വെപ്രാളം കാണുമ്പോ അപ്പോ എനിക്ക് നിന്റെ മുത്തശ്ശനെ ഓർമ്മ വരും. പുള്ളിയുടെ യൗവന കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആളുടെ അച്ഛൻ പുള്ളിയെ അടുത്തേക്ക് വിളിച്ചു. അതായത് എന്റെ അമ്മായി അച്ഛൻ. എന്നിട്ട് ചോദിച്ചു വിവാഹത്തിൽ സന്തുഷ്ടനാണെന്നും. പുള്ളിക്കാരന് വെപ്രാളം, അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല.
ഞാൻ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചപ്പോഴുണ്ടല്ലോ ആള് പറയാണ് അച്ഛന്റെ മുന്നിൽ വെച്ച് എന്താ പറയണ്ടേ. അത് കണ്ടിട്ട് ഞാൻ ആകെ വീണുപോയി. എന്റെ ദൈവമേ, ശരിക്കും സമീറിനെ പോലെ തന്നെ നിന്റെ മുത്തച്ഛനെയാ ഓർമ്മ വരുന്നത്. പഞ്ചസാര എടുക്കാൻ വന്നതാ. മധുരമില്ലാതെ ചായ ഉണ്ടാക്കിയ ഇതെന്താ വാട്ടോളാണോ എന്ന് ചോദിച്ച് ദിവസം മുഴുവൻ എന്നെ കുറ്റം പറയില്ലേ, അതുകൊണ്ടാ. ഇതെന്ത് പറ്റി? ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്ത് പറ്റി? എന്താ മിണ്ടാത്തേ? പ്രത്യേകിച്ചൊന്നുമില്ല. അത് സലാൻഡി പ്രത്യേകിച്ചൊന്നുമില്ല. അത് ടേബിൾ എടുക്കണമല്ലോ, അതിനെപ്പറ്റി സംസാരിക്കായിരുന്നോ? സൃഷ്ടി, ടേബിൾ എവിടെ ഇരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ, എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താങ്ക് യു മോനെ. ശരിക്കും പറഞ്ഞ അവക്ക് ബുദ്ധിമുട്ടായിരുന്നു ടേബിൾ ഒറ്റയ്ക്ക് എടുക്കാൻ. എന്റെ ആന്റി, ഇതിൽ താങ്കിന്റെ കാര്യം എന്താ ഉള്ളേ? ഇത് എന്റെ കടമയല്ലേ. ഞാൻ അകത്ത് പോയി പണി നോക്കട്ടെ, പിന്നെ ടേബിളിന്റെ കാര്യം നോക്കിക്കോളാം. ഓക്കെ. പോന്ന് പോയി ചോദിക്ക്, ഇവിടെ എന്തിനാ നിക്കണേ? അമ്മേ, നിങ്ങൾക്ക് സമീറിനെ സൃഷ്ടിയും കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഇവർക്ക് രണ്ടാൾക്കും കാര്യമായിട്ട് എന്തോ പന്തികേടുണ്ടെന്ന്? എന്തു പറയാനാ ബേബി, ഇവരെന്നെ ചോദ്യം ചെയ്ത് ചെയ്ത് ഒരു വഴിയാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്താലും ഒടുക്കത്തെ സംശയം, പിന്നെ എന്തോ കണ്ടിട്ടുമുണ്ട്.